ഒരു 9 പേരെ കൂട്ടുകാരെ ഞാൻ കൂടെ കൂട്ടി 10 പേരെ തയ്ച്ച് ട്യൂഷന് വരുന്നു. നന്നായിട്ട് പഠിച്ചു. റിസൾട്ട് വന്നപ്പോ ഞാൻ മാത്രം തോറ്റി 9 പേര് ജയിച്ചു. അപ്പോ അങ്ങ് പഠിച്ചിട്ടില്ല. അപ്പൊ MBBS പഠിച്ചില്ല. പക്ഷെ MBBS പഠിക്കാണ്ട് ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ആമാശയം എന്നൊക്കെ പാടില്ലേ, അത് ഓരോ നമ്മുടെ മനുഷ്യന്റെ ഓരോ പാട്ട്, അത് വികാശയം ആമാശയം കറക്റ്റ് എങ്ങനെ പറയാൻ സാധിക്കുന്നു? അത് വിനീത് ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടായിരുന്നു, മോഹൻദാൻ അസോസിയേറ്റ്, വയനാട്ടിലായിരുന്നു. അതിന്റെ ഷൂട്ടിൽ ഞാൻ പോലീസ് വേഷം ചെയ്തിരുന്നു. അപ്പൊ എന്റെ കൂടെ വിജയേട്ടൻ ഉണ്ടായിരുന്നു. ആ വിജയേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഫുഡ് കഴിച്ചോ സമയം. അപ്പൊ വിജയേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആമാശയത്തിൽ നിൽക്കുന്ന ദോഷം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് വരി കിട്ടാൻ വെച്ചിട്ട് പിന്നെ ഞാൻ റൂമിൽ പോയിരുന്നു. എന്റെ ഒരു ഡോക്ടറുടെ സുഹൃത്ത്, അദ്ദേഹത്തിനോട് ചോദിച്ച് ഈ ആമാശയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ചെറുകുടൽ പെൺകുടൽ, അതിനെ കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞു തന്നു. കൃത്യമായിട്ട് എഴുതി ആ പാട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. ഇവർ കേട്ടതാണ്. ആമാശയം നമുക്ക് ചെറുകുടലിൽ ചാരി വൻകുടലിൽ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മെ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളി കീടാണുവാണിരുന്നു. സായന്ത് മോട്ടിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളി കീടാണുവാണിരുന്നു. രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ശരി, ആ പാട്ടിന്റെ ഒപ്പം തന്നെ നമ്മൾ പോയില്ലേ?